യെസ്, അപ്പോൾ നമ്മളെ ട്രിപ്പ് ഹരിയാനയും പഞ്ചാബൊക്കെ കഴിഞ്ഞ് കാശ്മീർ എത്തിയിട്ടുണ്ട്. ശ്രീരാഗേ, എന്താണ് പരിപാടി? നമ്മളിങ്ങനെ കാശ്മീർ കയറി കുറച്ച് മുന്നോട്ട് പോന്നു. വിജയനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ നിർത്തിയതാണ്. ഫുഡ് ഉണ്ടാക്കണം, രാവിലെ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയില്ല. നമ്മൾ വണ്ടിയൊക്കെ അങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. അടുത്ത പരിപാടി ഫുഡ് ഉണ്ടാക്കലാണ്. വണ്ടിയുടെ അടുത്ത കണ്ടില്ല, ഫുള്ള് സാധനങ്ങൾ ഇടക്കാം. നമുക്കൊന്ന് ഒതുക്കണം. എല്ലാവർക്കും അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ, വരാം. നമ്മൾ ഈ ഫ്രൈ പാനിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. പാത്രങ്ങളിലൊക്കെ കുറവുണ്ട്, ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഗിരി 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 അറിയാതെ നോക്കണേ. നമ്മൾ പ്രൊഫഷണൽ അല്ല, എന്നിരുന്നാലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണമല്ലോ. ഭയങ്കര പ്രകൃതി രമണീയായ സ്ഥലമല്ലേ ശ്രീരാഗേ? ചുറ്റും എന്താണ് കാണുന്നത്? അല്ല, ചാണകമൊക്കെ അത് ഇവിടെ തൊഴുത്ത്, അതല്ലാതെ വേറെന്താ കാണുന്നത്? അതെ, തോട്ടം പോലെ കഞ്ചാവിൻ്റെ തോട്ടത്തിൻ്റെ അകത്താണോ നമ്മൾ കുക്ക് ചെയ്യുന്നതെന്നൊരു സംശയമുണ്ട്. ഞാൻ കുറച്ചുകൂടി അടുത്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ സവാള എരിഞ്ഞു. കുനുകുന ചോപ്പ് ചെയ്ത ഇഞ്ചി. എന്നാ പരിപാടി ശരിയാക്കെ മുട്ട പുഴങ്ങ കേട്ടാ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചാൽ ഏകദേശം 11 മണി ആടാ. 10:30 കഴിഞ്ഞ്. ഇന്ന് നാളെ, അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 2-ാം തീയതിയാണ്, ജൂലൈ 2-ാം തീയതി. അപ്പോൾ ജൂലൈ 3-ാം തീയതി ഈ അമർനാഥ് യാത്ര സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കുണ്ട് റൂട്ടിൽ. ഫുള്ള് 2 സൈഡിലും അടുപ്പിച്ച് നമ്മൾ ജവാന്മാരിങ്ങനെ നിൽക്കുക. അപ്പോൾ നമുക്ക് റോഡ് സൈഡിലൊന്നും വണ്ടി നിർത്താൻ അങ്ങനെ അധികം സമ്മതിക്കുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ വരുന്നുണ്ടാവും. സാധാരണ അമർനാഥ് യാത്ര ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി വരുന്നതാണ്, അങ്ങനെ വീഡിയോ ഒക്കെ കാണാറുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും. പിന്നെ ഫസ്റ്റ് കോൺവോയൊക്കെ ഇന്ന് വിടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമർനാഥ് പോകുന്ന വാഹനങ്ങളൊക്കെ ഒരു ഹബ്ബിലിങ്ങനെ തടഞ്ഞ് ഇട്ടിട്ട് കോൺവോയായിട്ട് വിടാനുള്ള പരിപാടിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ വണ്ടികൾ തടഞ്ഞിട്ടേക്കാം. പിന്നെ നമ്മളെ വണ്ടി ഈ റൂഫ് ടോപ്പൊക്കെ ചെയ്ത കാരണം നോട്ടപ്പുള്ളിയാണ്. കൂളിംഗ് ഫിലിമുണ്ട്, മേലിൽ എന്തോ ഒരു കറുത്ത സാധനം വെച്ച് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്, ജവാന്മാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് വണ്ടി വിടുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് തുടങ്ങാം. അവിടെ ഗ്യാസ് തുറന്നില്ലേ? ഗ്യാസ് തുറക്കണം, വലിയാണ് തുറക്കാനാണ് ആവശ്യപ്പെടുന്നത്. കളിക്കുക നേരത്ത് പേടിപ്പിക്കുക. തീ കുറച്ചിടാം, ചെറിയ തീയിലോട്ട്. ഓക്കെ, ഇതിലെങ്ങനെ പാവ് ഉണ്ടാക്കും എന്ന് നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ പോന്നിട്ട് രാവിലെ മാഗിയാണ് മാക്സിമം ദിവസം നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സമയം കളയാണ്ടിരിക്കാനായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പുറത്തുനിന്ന് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ഉള്ളല്ലേ. പിന്നെ ഉപ്പുമാവ് ആദ്യമായിട്ട് ഉണ്ടാക്കണം, എന്താവുമെന്ന് അറിയില്ല. എടാ, ഒരു ഗ്ലാസ് ഇടണം. കറിവേപ്പിലൊന്നും ഇല്ല, കഞ്ചാവിൻ്റെ 2 ഇല എടുത്തിട്ടല്ല. ഒരു ഗ്ലാസ് ഇടണം. ഒരു ഗ്ലാസ്സിന് ഞങ്ങളുടെ ഇരട്ട വണ്ടി പോകുമ്പോൾ അങ്ങനെ ശരിക്കും ഞങ്ങളിത് വറക്കുന്നു. ഇത് വറുത്ത റവയാണ്, പക്ഷെ ഞങ്ങൾ ഒന്നുകൂടി വറക്കും. അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് വറുത്തൊന്നും ഉണ്ടാക്കണ്ട, എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഒരു ഗ്ലാസ്സിനകത്ത് കയറി വയ്ക്കില്ലേ? പിന്നെ ആവശ്യമുള്ള നീ കഴിച്ചോ, കുഴപ്പമില്ല, മതി അല്ലേ? നീ ഒരു ബോട്ടിൽ വെള്ളം എടുത്തറ, ബാക്ക് പൊങ്ങി കിടക്കായിരിക്കും അല്ലേ? ശരി, വെളിച്ചെണ്ണ അങ്ങോട്ട് കുത്തി കിടക്കാം. വെളിച്ചെണ്ണ അങ്ങോട്ട് പോകുന്നു. അത് കത്തുന്നില്ലേ? ഇവിടെ എന്നാൽ അത് മാറ്റിയിട്ട് ഇത്തിരി ചായ കാപ്പി വെക്കട്ടോ.
ഇവിടെ കാണിക്കട്ടെ. ഇവിടെ നമ്മൾ കോഴിമുട്ട പുഴങ്ങാൻ വെച്ചിട്ടുണ്ടേ. നമ്മൾ ഈ അടുപ്പിൽ കോഴിമുട്ട അതായത് കഞ്ചാവ് ഉണ്ടോ ഇവിടെ ഫുള്ള്. അതേപോലെ അവിടെ നമ്മളെവിടെ നോക്കുന്നു അവിടെ കഞ്ചാവ് സ്വാഭാവികമാണ്. ഇവിടെ നമ്മളെ നാട്ടിലും അല്ലെങ്കിൽ കാണാത്ത ആൾക്കാർക്ക് ആണ് പ്രശ്നം. നമ്മൾ ജയ്പൂരിൽ നിന്ന് വിട്ടതല്ല. ജയ്പൂരിൽ നമ്മൾ ഓടിപ്പിച്ചാണല്ലേ ശ്രീയാകെ വേഗം പൊക്കോളാൻ പറഞ്ഞില്ല. എന്നുണ്ടെങ്കിൽ ഫൈൻ അടിച്ചു തരുമെന്ന് പറഞ്ഞു. ജയ്പൂർ പോലീസ് നമ്മളെ ഓടിപ്പിച്ചാണ് അവിടെ നിന്ന്. 500 രൂപ കൊടുത്ത് നമ്മളവിടെ നിന്ന് വിട്ട്. നമ്മളിതുവരെ പോന്നിട്ട് ആ 1000 രൂപ ഫൈൻ കൊടുത്തിട്ടുള്ളൂ ഇതുവരെ. മഹാരാഷ്ട്രയിൽ കയറിയപ്പോൾ തന്നെ ഒരു 500 രൂപ. കയറിയപ്പോൾ ഒരു ബോർഡറിൽ പിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ട്രാവലേഴ്സാണ്. അത് മേലെ നമ്മളെ റൂഫ് ടോപ്പ് സെറ്റ് ചെയ്തത് അത് കാരിയറായിട്ട് അവർ കണക്കൂട്ടിയിട്ട് അവർ പറഞ്ഞു അത് കാരിയർ പ്രൈവറ്റ് വണ്ടിക്ക് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ പറഞ്ഞു ട്രാവലേഴ്സിന് അത് കഴിഞ്ഞ 1 മാസം കഴിഞ്ഞ് ഇത് പെർമനൻ്റ് അല്ല, ഇത് ഫിക്സഡ് അല്ല, ഇത് അഴിച്ചു വെക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരും കുഴപ്പമില്ല പൊക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ട്. പിന്നെ എണ്ണ ചൂടായില്ലേ അങ്ങനെ വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടോള് കഴിഞ്ഞപ്പോൾ പിടിച്ചു. 500 രൂപ എഴുതി മേടിച്ചു. പിന്നെ രാജസ്ഥാനിലാണ് പിടിച്ചത്. രാജസ്ഥാനിൽ ഈ പറഞ്ഞ പോലെ ഒരു കൂളിംഗ് ഫിലിമിന് എല്ലാത്തിനും കൂടി 4000 രൂപ പറഞ്ഞത്. അങ്ങനെ സംസാരിച്ച് വേഗം പോവുകയാണെങ്കിൽ 500 രൂപ എന്നുകൊണ്ട് പൊക്കളാൻ പറഞ്ഞു. അങ്ങനെ എന്തോ ഡോറ ബൈ അത് ഡോറ സാറിൻ്റെ പേരുന്നിട്ട് പത്മാജി ഒന്നുമല്ല, ഈ ഡോറ ബുജി പോലത്തെ ഒരു പേരായിരുന്നു. അങ്ങനെ എന്തോ ഒരു പേരിലുള്ള സാറായിരുന്നു. പുള്ളി 500 രൂപ പോക്കറ്റിൽ പെന്നിൻ്റെ പോക്കറ്റിൽ മടക്കി അടിച്ച് വെച്ചിട്ട് റെസിപ്റ്റ് ഒന്നും ഇല്ല വേഗം വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ജയ്പൂർ ഞങ്ങൾ അങ്ങനെ അവസാനിപ്പിച്ച് പിന്നെ നേരെ ഹരിയാന ചാടി. ഹരിയാനയിലും പഞ്ചാബിലും കിഴങ്ങല്ലോ നന്നായി. പിന്നെ ഈ ഹരിയാനയിലും പഞ്ചാബും കൂടുതലും കൃഷിയാണല്ലോ ഫുൾ. അങ്ങനെ കണ്ടു പോന്നു. പിന്നെ അമൃത്സറിലാണ് നിർത്തിയത്. ഹരിയാന ബോർഡറിൽ നിർത്തി ഒരു ദിവസം സ്റ്റേ ചെയ്ത്. അത് കഴിഞ്ഞ് അന്ന് തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ അമൃത്സറിലേക്ക് വന്ന് രാത്രി എത്തിയത്. അന്ന് 520 കിലോമീറ്റർ അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ എന്താ പൊട്ടാത്ത കടുക് പൊട്ടൂലേ തീ കൂട്ടിയിരുന്നു. തീ കുറവായിരുന്നു. അങ്ങനെ അമൃത്സറിൽ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ ഒന്ന് കണ്ടു. അതേപോലെ വാഗാ ബോർഡർ അട്ടാരി ബോർഡറിൽ പോയി അതൊന്ന് കണ്ടു. പിന്നെ അട്ടാരി റെയിൽവേ സ്റ്റേഷൻ പാകിസ്ഥാനോട് ഏറ്റവും കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അല്ലേ അത് കണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അട്ടാരി ബോർഡറിലേക്ക് പോയത്. അവിടെ കുറച്ച് നേരം ഒരു ഒന്നൊന്നര അല്ല 1 മണിക്കൂറത്തെ പ്രോഗ്രാമായിരുന്നു. അവിടെ നമ്മളൊരു 3:30 ആയപ്പോൾ കയറില്ലേ ശ്രീയാകെ? 3:30 ആയപ്പോൾ കയറിയോ? 3:30 ആയപ്പോൾ നമ്മളവിടെ അട്ടാരിയിൽ ബോർഡറിൽ കയറി. ഒരുപാട് ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ. പാകിസ്ഥാൻ്റെ സൈഡിൽ വളരെ കുറവായിരുന്നു, പക്ഷേ നമ്മളെ സൈഡിൽ ഫുൾ ആൾക്കാരായിരുന്നു. അമൃത്സറിൻ്റെ ഗോൾഡൻ ടെമ്പിളിലൊന്നും കുറേ ഫുട്ടേജ് ഒന്നും ഇല്ല, ഒരൊറ്റ ഷോട്ട് നമ്മൾ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ ടൂറിസ്റ്റ്, നമ്മളായിരിക്കുമല്ലോ ടൂറിസ്റ്റ്. അവിടെ വരുന്നവരൊക്കെ ഈ പിൽഗ്രിംസ് ടൈപ്പാണ്. അവരവരുടെ ഒരു ആരാധന ആയിട്ട് അങ്ങനെ കണ്ടുവരുന്നതല്ലേ. പിന്നെ നല്ല റഷായിരുന്നു. ഞാൻ അത്രയും പ്രതീക്ഷയില്ല ഗോൾഡൻ ടെമ്പിൾ ഇത്രയും തിരക്കുണ്ടാവും. അതേപോലെ അട്ടാരിയിലും അതെ, ആ ഗാലറി ഫുള്ള് ആളുകളായിരുന്നു. നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു ഗോൾഡൻ നമ്മളെ നളൻ പറയുന്ന പോലെ ഗോൾഡൻ കളറാണോ? അല്ല അത് വെള്ളത്തിൽ കിടന്ന് വേവില്ലേ? വെട്ടിത്തിളക്കണം വെള്ളം എന്നാലും ഒഴിക്കാൻ പറ്റുള്ളൂ. വെള്ളം വെട്ടിത്തിളക്കണം. സാൾട്ട് ടു ടേസ്റ്റ്. ഒന്ന് വെട്ടി തിളക്കേ. ഒരു ടീഷർട്ട് ഇന്നലെ മഴ പെയ്ത് ആവശ്യം കുറച്ച് നേരം ഉണ്ടായിരുന്നു, അതൊന്ന് ഉണക്കട്ടെ. നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് ലഡാക്കിലേക്ക് ഒരു റോഡ് ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പോകുന്ന കാറ്, ശ്രീയുടെ കാറാണ്. നമ്മൾ കുറച്ചിങ്ങനെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കർണാടക, ആന്ധ്ര, തെലുങ്കാന വഴി മഹാരാഷ്ട്ര കയറി
അതൊരു ചുറ്റിലായിരുന്നു. അപ്പുറത്ത് മധ്യപ്രദേശ് ഉണ്ട് ബാക്കിൽ. അത് കഴിഞ്ഞ് അപ്പുറത്ത് രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി നമ്മൾ ഒഴിവാക്കി, ഡൽഹി പോയില്ല. ഹരിയാന, പഞ്ചാബ്, ഡൽഹി, ഹിമാചൽ, കാശ്മീർ. അത് നേരെ തിരിഞ്ഞ് നമ്മൾ ആദ്യം ഹിമാചൽ വഴി പ്ലാൻ ചെയ്തു, എന്നിട്ട് കാശ്മീർ വരാനുള്ള പ്ലാനായിരുന്നു. ഡൽഹി നമ്മൾ കട്ട് ചെയ്തിട്ട് പഞ്ചാബിൽ നിന്ന് നേരെ കാശ്മീരി ആടി, കാശ്മീരിൽ നിന്ന് നമ്മൾ ലേ ലഡാക്ക് പോയിട്ട് നേരെ ഹിമാചൽ വഴി തിരിച്ച് ഡൽഹി പോവില്ല, വീണ്ടും ചണ്ഡീഗഡ് വഴി നമ്മൾ പഞ്ചാബ് കയറി രാജസ്ഥാനിലേക്ക് വീണ്ടും വരും, രാജസ്ഥാൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക്. ബ്ലോഗ് 2-3 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ബ്ലോഗ് പോലെ ആയിരിക്കും കണ്ടിട്ടുള്ളവർ. പക്ഷേ ഇത് POVs ആയിരിക്കും കൂടുതൽ ചെയ്യാൻ സാധ്യത. അപ്പോൾ ഉപ്പുമാവൊക്കെ ആയിട്ട് വരാം കേട്ടോ. യെസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പുമാവ് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ലോങ് വിത്ത് കോഴിമുട്ട. അവിടെ 2 കോഴിമുട്ട എടുത്തോളൂ, 4 കിടന്നു പറഞ്ഞിട്ട്. യെസ്, 2 കോഴിമുട്ട വിത്ത് കട്ടൻ കാപ്പി. യെസ്, പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ബാക്കി. നമ്മൾ ആ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ ശ്രീനഗർ വെച്ച് പിടിക്കുകയാണ്. നമ്മളാദ്യം പഹൽഗാം പോകാന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷെ പഹൽഗാം വഴിയാണ് നമ്മൾ അമർനാഥ് യാത്ര പോകുന്ന ആളുകളൊക്കെ പോകുന്നത്. നമ്മൾ നല്ല തിരക്കിരിക്കുക റൂട്ട്. നമുക്ക് നേരെ ശ്രീനഗർ പിടിക്കാം. വഴിക്ക് ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും. ഈ അമർനാഥിലേക്ക് തിരിയണ ഒരു ഭാഗമുണ്ട്, ഈ ഗുൽമർഗ് വഴി അല്ല, ഈ പഹൽഗാമിലേക്ക് തിരിയണേ ഒരു റോഡുണ്ട്. അവിടേക്ക് നല്ല ഉദംപൂർ കഴിയണമെന്നോ അവിടെ വരെ ബ്ലോക്ക് ആയിരിക്കുള്ളൂ. അവിടെയൊക്കെ നമ്മളെ ജവാന്മാരിങ്ങനെ 2 സൈഡിലും റോട്ടിലിങ്ങനെ നിൽക്കാം. വണ്ടി ഒന്ന് ഭാഷയാണ് കേട്ടോ പോണതിലൂടെ, കാര്യമില്ല. എന്നാലും നല്ല ബക്കറ്റ് വെച്ച് കഴുകാനാ നല്ല മുതലാവും. ചെറിയ പൈസ എടുത്തോടെ കഴുകിട്ടോളാം. നോക്കാം നമുക്ക്. ഹൈവേയുടെ പണി നടക്കണേ, അതിൻ്റെ ബ്ലോക്ക് വേറെ, പിന്നെ എന്തെങ്കിലും ഫ്ലഡ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് വേറെ ഉണ്ടാവും. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ സൗണ്ട് അല്ല കേട്ടോ, ബാക്കിൽ ലോഡുള്ള കാരണം ബാക്കിൽ. പിന്നെ അത് മാത്രമല്ല, ഈ വണ്ടിക്ക് ബാക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്തും വണ്ടികൾ നിർത്താനായിട്ട് സമ്മതിക്കുന്നില്ല. എല്ലായിടത്തും ഒരു 50 മീറ്റർ ഗ്യാപ്പിൽ ഓരോ ജവാന്മാർ നിന്നിട്ട് വാഹനങ്ങൾ ഇങ്ങനെ ഗേറ്റിങ്ങനെ വിടുകയാണ് ബ്ലോക്ക് ഇല്ലാതിരിക്കാനായിട്ട്. പക്ഷെ മുമ്പിലോട്ട് ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അമർനാഥ് യാത്രയുടെ തുടക്കത്തിൻ്റെ ആയതുകൊണ്ടായിരിക്കും കോൺവോയായിട്ട് അവിടേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടിയിട്ട് മറ്റുള്ള വാഹനങ്ങൾ പെട്ടെന്ന് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നതാണെന്ന് തോന്നുന്നത്. ബ്ലോക്കില്ലാതെ അങ്ങ് ഓടിയെത്തിയാൽ മതിയായിരുന്നു. താഴെയുള്ള ഗുഡ്സ് വണ്ടികൾ ബ്ലോക്ക് ചെയ്തേക്കണം. നോക്കിയാ താഴെ കൂടെ വരുന്ന വണ്ടി ഗുഡ്സ് വണ്ടികൾ ബ്ലോക്ക് ചെയ്തിട്ട് മേലയിൽ കൂടെയുള്ള വണ്ടികൾ കയറ്റി വിടുക. എല്ലാ ജവാന്മാരും അതാ പറഞ്ഞത്, അതായത് നമ്മളെ വണ്ടി അങ്ങനത്തെ ഒരു വണ്ടി പോലെ അവർക്ക് ഫീൽ ചെയ്യണ്ടാവേ. നമ്മളെ വണ്ടി കാണുമ്പോൾ തന്നെ നോക്കൂല് കൈ വയ്ക്കുന്നുണ്ട്, വിസിലെടുത്ത് പിടിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നി കഴിഞ്ഞാൽ ഒരൊറ്റ വിസില്, പിന്നെ പിടിയോ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. പുറത്ത് നോക്കുമ്പോൾ വലിയൊരു ലഗേജ്, ഒരു ബ്ലാക്ക് ബോക്സ് അങ്ങനെ ഇരിക്കണം മുകളിൽ. എന്താ സാധനം എന്ന് ഇവർക്കൊന്നും ധാരണ ഉണ്ടാവില്ല. അതായിരിക്കും ഇങ്ങനെ നോക്കണത്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എന്താ സാധനം. പിന്നെ വല്ല VIP ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം നോട്ട് ചെയ്യും. അതാണ് പ്രശ്നം. ഫോണടിച്ച് ഇങ്ങനെ പറപ്പിക്കാം. തോടാണ് റോഡ് പണി നടക്കണതിൻ്റെ ലേക്ക ബസ് പറന്നു വരുന്നു. അതെ, ഒട്ടും തിക്കും തിരക്കില്ലാത്ത സമയം നോക്കിയിട്ടാണ് നമ്മ വന്ന് കയറിയിട്ടുള്ളത്.
കൈ കാണിച്ച് ഇങ്ങനെ പെട്ടെന്ന് പോകാൻ പറയാം. രണ്ട് സൈഡും ഇങ്ങനെ ഇഷ്ടംപോലെ ജവാന്മാർ നിൽക്കുക. ഈ ഭാഗത്തുള്ളവരൊക്കെ കുഴപ്പമില്ലൊരു തണലുണ്ട്. തണലൊന്നും ഇല്ലാതെ വെയിലത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വെയിലൊക്കെ പിന്നെ സഹിക്കല്ലേ, മഞ്ഞല്ലേ, തണുപ്പല്ലേ സഹിക്കാൻ പറ്റാത്തത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്ര സിമ്പിളായിരിക്കും അവർക്ക്. അന്തരീക്ഷം ഉള്ള പോലൊക്കെ നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യണ്ട അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ഒരു ഡെയിലി കഴിച്ചിരിക്കില്ലേ? കഴിഞ്ഞ അമർനാഥ് സമയത്താണോ? അതല്ലേ, ഒരു വർഷമാവണല്ലേ? ഓ, കഴിഞ്ഞ തവണത്തേനുള്ള ഒരു മുൻകരുതലായിരുന്നായിരിക്കും ഇങ്ങനെ ഫുൾ റൗണ്ട് ചെയ്യണതല്ലേ? അല്ല, ഇത് ഷോർട്ട് കട്ടാ. വീണ്ടും ടൗണിൻ്റെ ഉള്ളിൽ കൂടെ നീല കാണിക്കുന്നതാണോ റെഡ് കാണിക്കുന്നതാണോ? അല്ല, മറ്റേ വഴി നമുക്ക് പോകേണ്ടത് ഈ വഴി. മറ്റേത് പിന്നെ ഷോർട്ട് കട്ടാ. ഇവിടുന്ന് ലെഫ്റ്റിൽ മാപ്പ് ഷോർട്ട് കട്ടിലേ കാണിക്കുള്ളൂ. എന്താ കളറ് ബ്ലോക്ക് ആയിട്ടാ? ഏതാ കളർ മാറി? ഓറഞ്ചല്ലേ? ആ, ബ്ലോക്ക്. കുറച്ചങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഒരു വളവിൽ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ബ്ലോക്കർ. നല്ല മഴയായിരുന്നില്ല നല്ല. ഞാൻ ആ മഴ തുടങ്ങി കുറച്ച് നേരം അറിഞ്ഞിട്ടേ, പിന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ടീഷർട്ട് അങ്ങനെ തന്നെ വിചാരിച്ചില്ലട്ടാ. അത് കംപ്ലീറ്റ് വെള്ളം കുടിച്ചിട്ടുണ്ടാ. മറ്റേ ഇപ്പം ഇതില്ലേ നമ്മളെ ആ ബീഡിങ് നനയുമല്ല, എൻ്റെ കമ്പിയുമ്പോൾ വരുമല്ല, ആ വെള്ളം കംപ്ലീറ്റ് ടീഷർട്ട് കുടിച്ച് വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മള് ജമ്മു താവിലല്ലേ നമ്മളന്ന് വന്ന് ട്രെയിൻ ഇറങ്ങിയത്? ഉദംപൂരല്ലല്ല. എന്നിട്ട് ഇവിടുന്ന് ടാക്സി ബസ്സിനില്ലേ, ബസ്സിന് നമ്മള് ഉദംപൂര് പോയി. അങ്ങനെ ചെയ്തേ. ഉദംപൂർ ഇറങ്ങാണ്ട് നമ്മൾ ജമ്മു താവി ഇറങ്ങി. എന്നിട്ട് ഇവിടുന്ന് ബസ്സിന് ഉദംപൂര് പോയി. ഉദംപൂരിൽ നിന്ന് അവിടെ നിന്ന് ഷെയർ ടാക്സി വിളിച്ചിട്ട് ബനിഹാല് പോയി. ബനിഹാലിൽ നിന്ന് ട്രെയിൻ കയറി ശ്രീനഗറിന് പോയി. ഈ വഴിക്കൊക്കെ വണ്ടി ഓടിച്ച് വരുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. ആദ്യം അവിടെ കയറി മലയാളി അറിയാം. എവിടെ? കറുതുംകുള ബൈക്കിൽ കയറിയാ അറിയാം? അതറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ അറിയും? ആര് പറയും? ആര് സമ്മതിക്കും? മലയാളി ഉണ്ടാവില്ലേ? ബൈക്ക് ഓടിച്ച് നാട്ടിൽ നിന്ന് കേരള ടു അടിച്ച ആരെങ്കിലും ഉണ്ടാവുമല്ലോ. കേരള ടു ലഡാക്ക് ഫസ്റ്റ് ഉംബ്ലിംഗിലേക്ക് മുമ്പ് കറുതുംകുളൊക്കെ എത്രയോ വർഷം മുമ്പ് ഞാൻ അങ്ങനെ വീഡിയോസ് കണ്ടു തുടങ്ങിയാണ്. ഒരുപാട് വർഷമായില്ല, എന്നാലും ആ സമയത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ എപ്പോഴും. നല്ല ചൂടാണ്. എത്ര ടെമ്പറേച്ചർ ഉണ്ടാവില്ല ഇവിടെ? 25 ഉണ്ടാവില്ലേ? 25 അതിന് മുകളിൽ എവിടെ നമുക്ക് കൂടുതലുണ്ട്? ജയ്പൂർ അല്ലേ? 39 വരെ പോയി ജയ്പൂര്. പഞ്ചാബ് വന്നപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞത് അല്ലേ?
കഴിഞ്ഞിട്ടാണ് ചെനാനി ടണലൊക്കെ വരുന്നത്. നോക്കാം ഇനി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതുവരെ നിലവിൽ നല്ല റോഡാണ് കാണുന്നത്. ആദ്യം എത്തണം, എല്ലാവർക്കും ആദ്യം എത്തണം. നല്ല ട്രാഫിക്കിലേക്കാണ് ഇപ്പോൾ പോകണത്. ഗൂഗിൾ മാപ്പിൽ നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ. ആനുവൽ പാസ് എടുത്തത് വളരെ മെച്ചമായിട്ടുണ്ട്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇനിയും ഏകദേശം 150ഓളം ടോൾ ഇനിയും കവർ ചെയ്യാം. 200 ടോളാണ് അതിൻ്റെ അകത്തുള്ളത് 1 ഇയറിലേക്ക്. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇനിയും ബാലൻസ് കാണിക്കുന്ന 150ഓളം ടോളുകൾ ഉണ്ടെന്നാണ് ഇന്നലെ നോക്കിയപ്പോൾ കണ്ടത്. സോ നമ്മൾ ഈ 3000 രൂപ പ്ലസ് ഒരു 75 രൂപ ചാർജ് വന്നിട്ടുണ്ട്. സോ ആ 3075 രൂപ കൊണ്ട് നമുക്ക് നാട്ടിൽ സുഖമായിട്ട് ആ ഒരു റീചാർജിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ നോർമൽ അല്ലാതെ ഫാസ്റ്റാഗ് ആ ഒരു പ്ലാൻ ചെയ്യാതെ പോരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു എമൗണ്ട് ടോൾ ഒന്നും എഴുതും. മിനിമം ഒരു 75 മുതൽ 125 രൂപ വരെ ഒരു ടോൾ പാസ് ചെയ്യാനായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് 50 രൂപ ഉള്ളൂ, എന്നാലും മിനിമം ഒരു ആവറേജ് 50 to 125 വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 50 ടോൾ കവർ ചെയ്തപ്പോൾ തന്നെ 4 എത്ര രൂപ വരും. ഞാൻ ആദ്യം കണക്കൂട്ടിയത് ഞാനിത് എൻ്റെ പ്ലാനിലുണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം കണക്കൂട്ടി ഒരു 10,000 രൂപ ടോൾ അടുത്ത് വരും എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ യാത്ര തുടങ്ങുന്നതിൻ്റെ തലേന്ന് ദിവസമാണ് ഇങ്ങനൊരു പ്ലാന് ചെയ്ത് നോക്കാം. നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലല്ലോ. ചിലപ്പോൾ എക്സ്പ്രസ് വേയിൽ നമ്മൾ എക്സ്പ്രസ് വേ വഴിയൊക്കെ വരുന്ന കേസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിത് വർക്കാവും നമുക്കറിയില്ലായിരുന്നു. അതിൻ്റെ പേരില്ല ചെയ്യാണ്ടിരുന്നിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എക്സ്പ്രസ് വേയിൽ ഇത് വർക്കിംഗ് ആണ് എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ നേരെ ഗുണ്ടൽപേട്ടിൽ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് പോരുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു പ്ലാന് നമ്മൾ റീചാർജ് ചെയ്തത്. സോ അവിടെ മുതൽ മൈസൂർ ടോൾ മുതൽ നമുക്ക് ഇതുവരെ സുഖമായിട്ട് ഉപയോഗിച്ച് പോരാൻ പറ്റിയിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ എൻഹായുടെ ടോൾ എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ മുതൽ നല്ല ബ്ലോക്കാണ്. മാപ്പിൽ 20 മിനിറ്റ് കാണിക്കണം ബ്ലോക്ക്. സിംഗിൾ ലൈനാണ്. പണിയെടുക്കുന്നതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ 2 സൈഡിലേക്കുള്ള വാഹനങ്ങൾ വേണം. അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി പോണ കുറേ എണ്ണം വേറെ. ക്യൂ കിടക്കണമാരൊക്കെ മണ്ടന്മാർ.
കംപ്ലൈൻ്റ് കിടപ്പുണ്ട്. അതാണ് ടാങ്കർ കംപ്ലൈൻ്റ് ആയതാണ് വിഷയം. ഒരു ബ്ലോക്ക് മാറിയപ്പോൾ അടുത്ത ബ്ലോക്ക്, അടിപൊളി ബ്ലോക്ക്, വലിയ ബ്ലോക്കാണ്. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ബ്ലോക്കാണ്. ലിപ്പ് അനക്കിയാൽ മതി കേട്ടോ. എന്തിലിപ്പ്? ക്യാമറ ഡൗൺലോഡ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ടൗൺ ഒഴിവാക്കിയിട്ടേ ഇത് ഏത് വേറെ ഏതോ റോഡാ.
കാസർഗോഡ് പണി നടക്കണ ഭാഗം പോലെ ഉണ്ട് മനസ്സിലാക്കണം ഇല്ലേ? കാസർഗോഡ് കാഞ്ഞങ്ങാട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പണി നടക്കുന്ന അതേപോലെ ഉണ്ട് റോഡ്. കാര്യമുണ്ട് ചങ്ങായി, ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കല്ലേ. തവി റിവറാണ് താഴെ പോകുന്നത് അല്ലേ? ലെഫ്റ്റ് പോയാൽ ജമ്മു സിറ്റി, കൂടെ
ഇതേത് ഹൈവേ ആയിരിക്കൂടാ? ഏതാ? 44 അല്ല, മേലയിൽ കൂടെ പോണത് 48 കട്ര. ഏതാണ്? 43 മീറ്റർ ഹൈറ്റ്. എൻ്റെ മോനെ നമുക്ക് അൺസെറ്റബിൾ എക്സ്പ്രസ് വേ പണിയാനാ. ബ്ലോക്ക് ഇപ്പോഴും തുറന്നിട്ടില്ല. 1:30 12:45 തുടങ്ങിയതാ. നല്ല തുടക്കം അല്ലേ? വെൽക്കം ടു കാശ്മീർ, വെൽക്കം ടു ബ്ലോക്ക്. കൺസ്ട്രക്ഷൻ്റെ ബ്ലോക്കാണ്. 2 സൈഡിലുള്ള വണ്ടി ചെറിയ റോഡിൽ കൂടല്ലേ. ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. യൂതമ്പൂർ കഴിഞ്ഞിട്ടല്ലേ ചെന്നാനി ടവറൊക്കെ വരണേ? അല്ല, ചെന്നാനി മറ്റേ ടണല് അല്ല, ടണല് 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ആണ്ട്. അതിപ്പോൾ ആ ടണൽ കയറാം. അത് പഴയൊരു ചുരം ഉണ്ടായിരുന്നിട്ട് അവിടെ ഏതൊരു പാസ് ഉണ്ടായിരുന്നു അവിടെ. അതിലിപ്പോൾ വണ്ടി വിടുമെന്ന് അറിയില്ല. ഇത് മറ്റേ വലിയ നമ്മളെ ഡൽഹി ടു കട്ര റെയിൽവേ അല്ലേ? ഇത് മറ്റേ എക്സ്പ്രസ് ആയിരിക്കുള്ളൂ. അത് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ വലിയ പണിയാണത്. ആ സാധനം ചാൻസ് ആണ്. ഇനി അപ്പുറത്ത് ബെൻഡിലുണ്ടാവും ചിലപ്പോൾ. അവിടെ ഒരു ടോൾ വരാനുണ്ടല്ലോ. കുറേ നേരം ഫാസ്റ്റ് ടാഗിൻ്റെ കൗണ്ടർ കാണും. ബസ്സിലൊക്കെ ഇരുന്ന് ബ്ലോക്ക് കിട്ടുമ്പോഴല്ലേ പ്രശ്നം. നമ്മളന്ന് എവിടെ നിന്ന് വരുമ്പോണ്? ബദ്രിനാഥിന്നാ ബ്ലോക്ക് കിട്ടിയത്. ഇരുന്നിരുന്ന് കാല് നിർത്തി വെക്കാൻ പറ്റൂല ബസ്സിൽ. പൊന്നെ, ഒന്നുവഴി കാണുന്നുണ്ട് അവിടെ. AC ബസ് ഉണ്ട്. ഏയ് 5 വർഷത്തിനുള്ളിൽ ഫുൾ ഓപ്പൺ ആയിരിക്കും. 5 വർഷം മാക്സിമം വരുമായിരിക്കും. നോട്ട് യുവർ ഫോൺ. വെൽക്കം ടു നെക്സ്റ്റ് ബ്ലോക്ക്. എന്തുമാത്രം റോഡും വെച്ച് ഓടിക്കണം അല്ലേ? അതിലെ കുറേ വണ്ടി കയറിപ്പോണ്ട്. ഫുൾ ഓഫ് ബ്ലോക്ക്. ടണലിന് മുന്നേ ടണലാണ്. അതാ ടോളാ. ടോള് കഴിഞ്ഞിട്ട് ടണൽ വരുമോ? എല്ലാവരും പൂച്ച നോക്കി. വീട്ടിലൊരെണ്ണുണ്ടായിരുന്നു അതേപോലെ വൈറ്റ്. എവിടേക്ക് പോയോ? ആട് വിട്ട് പോയത് കടിയേരി. ഈ ഒരു ടോളിൻ്റെ ബ്ലോക്ക് ആയിരുന്നു എത്ര നേരം. താഴത്തുനിന്നേ ബ്ലോക്കാ. ഇപ്പോൾ നല്ലൊരു എമൗണ്ട് പിരിക്കുമായിരിക്കും അല്ലേ? 175 രൂപ ഉണ്ട് ഈ ഒരു ടോൾ വൺ സൈഡ്. ജമ്മു മോട്ടോഴ്സ് 2 മണിയായി. നമ്മൾ എപ്പോഴാണ് സൈഡ് ആക്കുന്നത്? ബണ്ണ് ടോൾ പ്ലാസ.
നമുക്ക് എപ്പോഴും നോക്കിയിട്ട് കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടേ. കഞ്ഞി തന്നാ മതി. കഞ്ഞി ഓംലേറ്റ് ഉണ്ടാക്കിയാൽ പോലെ കറി രാത്രി തന്നെ ഉണ്ടാക്കാം. 150 കിലോമീറ്റർ കൂടി ഓടിയിട്ടില്ലെന്നോ. ഇന്നോ 48 48 43 ഒരു വാല്യൂ വീട്ടാണല്ലോ ഇവളോട് കൊള്ളാം പിരിച്ച. ചെറിയടാണല്ലോ. ഒറ്റടിക്കാം. ഇരുമ്പല്ലേ പണിയാ. ഒരു കാറ്റ് വന്നതൻ റോഡ് ബ്ലോക്ക് ആക്കാനായിട്ട് വീണ്ടും അടുത്ത ടണൽ. Again tunnel. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ടണൽ. സൈക്കിളിന് പോണ്ട.
മഴ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് ഉണ്ടാക്കണമെങ്കിൽ. ആങ്കർ പോയിന്റ് ഉണ്ട് കേട്ടോ അവിടെ. എന്ത് പോയിന്റ്? ആങ്കർ ആങ്കർ. അങ്ങനെ നമ്മൾ നീണ്ട ബ്ലോക്കിന് ശേഷം ഉദംപൂരെത്തി. ഉദംപൂർ എത്ര ടൈം പോയില്ലേ? മാപ്പിൽ ആദ്യം എത്ര മണിക്കാണ് കാണിച്ചിരുന്നത്? ഇപ്പം എത്ര മണിയായി? 8:30 ഒന്നല്ല, 9:30-10 മണിയൊക്കെ അവിടെ എത്തുന്നു. ഇങ്ങനെ പോയാൽ ഫുഡ് കഴിക്കാൻ അല്ല ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണ്ടേ? മോർ ടൈം. റൈഡർ അല്ല, JK മറിച്ചിട്ടാൽ കേരളായി. JK മറിച്ചിട്ടാൽ കേരളായി. അങ്ങനെ വെച്ചല്ലേ? എന്നുള്ളതെല്ലാം ആക്കിയാൽ മതി. റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നുണ്ടോ? ഹായ്. ഉണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. ഈ വണ്ടിയൊക്കെ അങ്ങനെ നിർത്തിയിട്ടതാവണം. പഞ്ചാബിന്റെ തൈ എടുത്തിട്ടാ ഏതോടിച്ച് വെച്ചേക്കണതാ? പുറത്ത് നോക്ക്, ഈ സൈഡ് നോക്ക്. സൈഡാക്കിട്ടൊക്കെ ബ്ലോക്കില് ഇപ്പൊ ഈ റോഡിന്റെ പണിക്ക് കൊണ്ടുവന്ന സാധനങ്ങളായിരിക്കും അല്ലേ?
വെള്ളം കുടിക്കണ വെള്ളം എടുക്കാൻ വേണമെങ്കിൽ പൈപ്പിൽ നിന്നാണ് നല്ല വെള്ളമാണ്. കിട്ടൂടാ കറ കിട്ടും. കേട്ടോ വണ്ടി ആലീസിലൊക്കെ ഇടാം. സൈഡാക്കാനായ അങ്ങനല്ല ഫുഡ് ഉണ്ടാക്കാൻ ഉച്ചത്തെ രാത്രിക്ക് കൂടി ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കറിയാൻ പോലെ എല്ലാം പണിയാവും. നല്ല വൃത്തിയില്ല. ഈ സർവീസ് റോഡിൽ കയറാൻ പറ്റുമോ? നല്ലൊരു മരം എല്ലാം ഉണ്ട് അവിടെ. മഴ പൊടിയുള്ളടാ. നല്ല സുഖമായിട്ട് ഉണ്ടാകും. മഴ പൊടിഞ്ഞാലും എല്ലാ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ബെസ്റ്റ് സ്ഥലം. എല്ലാവരും കൊണ്ടുപോയിക്കൂടെ നീ? നല്ല സ്ഥലം. ഓരോ ഷെഡ്, ഒരു ഒറ്റപ്പെട്ട ഷെഡ് ഉണ്ടായിരുന്നോ? ആ റോഡിനൊക്കെ അടിച്ചു തരാൻ പറ്റുമോ? അതൊന്നും ചിലപ്പോൾ കിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ഉദംപൂർ ടൗണാണ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഉദംപൂർ വരെ എത്തി. ഉദംപൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്തു. നമ്മളെ വണ്ടി വിടുന്നില്ല. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ആവാനാണ് ചാൻസ്. അപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാം. ഗുഡ്സ് ചരക്ക് വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ കടത്തി വിടുന്നുള്ളൂ. അപ്പോൾ നമ്മളോട് രാവിലെ 8 മണിക്ക് ശേഷം പോകാമെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാണ് റോഡ്. ഇത് നമ്മളെ കന്യാകുമാരി ശ്രീനഗർ ഹൈവേയാണ്. അതിൻ്റെ ഒരു സൈഡിൽ നമുക്കൊരു ചെറിയ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഉച്ചക്കലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഉപ്പുമാവുണ്ടായി കഴിച്ചതാണ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ, തീരുമാനമായില്ല. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം.